നമസ്കാരം. വാട്സപ്പ് ഇന്നൊരു മെയിൻ സംഭവമായി മാറിയിരിക്കുകയാണ്. വാട്സപ്പ് ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. സ്കൂൾ ഗ്രൂപ്പ്, ഓഫീസ് ഗ്രൂപ്പ് അങ്ങനെ ഒട്ടുമിക്ക കാര്യത്തിനും ഇപ്പോൾ വാട്സപ്പിലൂടെയാണ് സേവനം. ബാങ്കിങ് സേവനങ്ങളെല്ലാം തന്നെ വാട്സപ്പിലൂടെയാണ്. അപ്പോൾ വാട്സപ്പിൽ തന്നെ നിരവധി സ്റ്റിക്കറുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം വാട്സപ്പ് സ്റ്റിക്കർ ഉണ്ടായിട്ടും നമുക്ക് ചില ആൾക്കാരൊക്കെ സ്റ്റിക്കർ പായ്ക്കുകളും മറ്റും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വാട്സപ്പിലുള്ള ഒരുവിധം സ്റ്റിക്കറുകളെല്ലാം തന്നെ എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ വാട്സപ്പിൻ്റെ ഒരാളുടെ ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ കീബോർഡ് എനേബിളായി വന്നിട്ടുണ്ട്. ഈ കീബോർഡിൽ തന്നെയും ഒരുവിധം സ്റ്റിക്കറുകളെല്ലാം തന്നെ ഉണ്ട്. ഇത് ജീബോർഡാണ്. അതോടൊപ്പം മംഗ്ലീഷ് കീബോർഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കീബോർഡുകളുണ്ട്. അപ്പം കീബോർഡുകളെ പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിനകത്ത് സ്റ്റിക്കറുകൾ എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് കീബോർഡ് ഏത് ഉപയോഗിച്ചാലും വാട്സപ്പിൽ സ്റ്റിക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം എല്ലാവർക്കും ഒരേ സ്റ്റിക്കറുകൾ കിട്ടുന്നതാണ്. അപ്പം ഇതുപോലത്തുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാനായിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റിക്കറുകൾ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്കറുകളെല്ലാം തന്നെ വരുന്നതാണ്. കണ്ടോ, ഇത് നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച സ്റ്റിക്കറുകളാണ് ആദ്യം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളുടെ ഇമേജ് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു സ്റ്റിക്കർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഗ്യാലറിയിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, അതിൻ്റെ സ്റ്റിക്കറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. ആഡ് പിന്നെ സ്റ്റിക്കർ പാക്കിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അത് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിൽ നമുക്കിത് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് ടെക്സ്റ്റോ വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റോ വല്ലതും ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് കണ്ടോ, ആ ഒരു സ്റ്റിക്കർ സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിച്ച സ്റ്റിക്കറുകളെല്ലാം ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കറുകളെല്ലാം ഇവിടെ വരും. ഇതിനകത്തിൽ ഈ ഒരു സ്റ്റിക്കറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിൽ പണം നൽകി ഉപയോഗിക്കേണ്ട സ്റ്റിക്കറുകളുമുണ്ട്, പണം നൽകാത്തവയും ഉണ്ട്. ചില ഇത് വാട്സപ്പിൽ നമുക്ക് പണം നൽകിക്കൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ബ്രൗസ് മോർ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ സ്റ്റിക്കർ പായ്ക്ക് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തിടാം. വാട്സപ്പ് ഈ ഒരു ഐക്കൺ കാണുന്നത് നമുക്ക് പണം നൽകി ഉപയോഗിക്കേണ്ടതാണ്. ഇതൊക്കെ ഫ്രീ ആണ്. ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു സ്റ്റാർ ഐക്കൺ ഇല്ലാത്ത, അതായത് വാട്സപ്പ് പ്ലസ് എന്ന് എഴുതാത്ത സംഭവങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഈ വാട്സപ്പ് പ്ലസ് എന്ന് എഴുതിയതെല്ലാം നമുക്ക് പണം കൊടുത്ത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഫ്രീ ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഹോം പേജിൽ ഇത് ആഡായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്തിൽ ഓരോ കാറ്റഗറി വൈസ് ഉണ്ട്. സ്കൂൾ ഡേയ്സ്, പിന്നെ ഓഫീസ്, വെക്കേഷൻ, അങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. ഹോളിഡേ, അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ഒളിമ്പിക്സ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്കർ പാക്കാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് എടുത്ത് ചെയ്യാം. ന്യൂ ഇയർ, അപ്പോൾ അങ്ങനെ ഒരുപാട് കിടപ്പുണ്ട് ഇതിനകത്തിൽ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്തിടാം. ആഡ് ചെയ്തിട്ടല്ല നമുക്ക് താഴെ ഇവിടെ ആയിട്ട് വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടാണിത്. കണ്ടോ, ഇതിങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഈസി ആയിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ഇനി ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഇവിടെ സെലക്ട് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തത് ഇങ്ങനെ മുകളിലേക്ക് നീക്കിയാണ് ഇതെല്ലാം എടുത്തത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കറുകൾ സെർച്ച് ചെയ്ത് എടുക്കാനും സാധിക്കും. ഇവിടെ ഇത് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞൊരു ഇത് സെലക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകളെല്ലാം തന്നെ ഇവിടെ വരും. ഇഷ്ടംമാതിരി സ്റ്റിക്കറുണ്ട്. കണ്ടോ, ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹായ് എന്ന് പറഞ്ഞതിൻ്റെ ഹായ്, ഹലോ, അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റിക്കറുകളും ഇവിടെ വരുന്നതാണ്. നമ്മളിത് മാറ്റിയിട്ട് ഇവിടെ ലവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകളെല്ലാം തന്നെ ഇവിടെ താഴേക്ക് വരുന്നതാണ്. കണ്ടോ, നമുക്കിത് ഡയറക്റ്റ് തന്നെ ഇവിടുന്ന് സെൻഡ് ചെയ്യാം. കണ്ടോ, സെർച്ച് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് തന്നെ അവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. ഞാൻ എല്ലാം കാണിച്ചു തരുന്നില്ല. പിന്നെ ഇവിടെ സെർച്ച് ചെയ്താൽ ഇപ്പം മലയാളം വേണമെങ്കിൽ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ മലയാളം സ്റ്റിക്കറുകളും ഇവിടെ കിട്ടുന്നതാണ്. കണ്ടോ, അത്യാവശ്യം മലയാളം, പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടുന്ന് സെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെൻഡ് ചെയ്യുകയും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനിയും സിനിമാ നടന്മാരുടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഓപ്ഷൻ കിട്ടും. ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അത്യാവശ്യം കുറച്ച് സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ജിഫ് ഉണ്ട്. ജിഫും അതേമാതിരി നമുക്ക് ഇവിടെ കുറച്ച് ജിഫുകൾ ഇവിടെ വരുന്നതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് സെൻഡ് ചെയ്യാം.
ഇനി അതല്ല ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ജിഫ് പാക്ക് ഇവിടെ വരുന്നുണ്ട്, കണ്ടോ. നമുക്കിത് സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഇമോജികളുണ്ട്. ഈ ഇമോജി സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഓരോന്ന് നോക്കിയെടുത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അയക്കാൻ സാധിക്കും. ഇനി അതല്ല ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പം ഹലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പം ഹലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഈ ഇമോജിയും അതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കർ പാക്കും കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇനി അതല്ല, ഇനി അതിൽ ഇപ്പോൾ എന്താണ് ലവ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെ വരും. ഇനി അതല്ല ഈ സെർച്ചിൻ്റെ അവിടെ ലവ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെ വരുന്നതാണ്, കണ്ടോ. ഇനി അതുപോലെ സാഡ്, കണ്ടോ, ഹാപ്പി, കണ്ടോ, അതുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെ വരും. നമുക്ക് ഈസി ആയിട്ട് അത് സെൻഡ് ചെയ്യാം. വാട്സപ്പിനുള്ളിൽ തന്നെ നിരവധി സ്റ്റിക്കറുകളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാട്സപ്പിനുള്ളിലെ സ്റ്റിക്കറുകളിൽ ഇതാണ്. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്, ഇപ്പോൾ ഇവിടെ സ്റ്റിക്കർ പാക്കിൻ്റെ ഇവിടെ എന്ത് കൊടുത്താലും വരും. ഇപ്പം ഹാപ്പി ബർത്ത്ഡേ ആണ്, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സെർച്ച് ചെയ്താൽ അത്തരത്തിൽ ഹാപ്പി ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട എല്ലാം ഇവിടെ വരുന്നതാണ്, കണ്ടോ. നമ്മൾ സ്റ്റിക്കർ പാക്കൊന്നും എക്സ്ട്രാ എടുക്കേണ്ട കാര്യമേ അല്ല, ഇഷ്ടംമാതിരി സ്റ്റിക്കറുകളുണ്ട്, കണ്ടോ. ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ സ്റ്റിക്കറൊക്കെ കൂടുതൽ അയക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.